ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2024 പബ്ലിക് ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്, ഈ ലാബിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ഈ വർഷം പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ 2023-2024 ഈ 2 വർഷത്തെയും പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്താൽ ഈ വർഷവും ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 2023-2024 പബ്ലിക് എക്സാമിനേഷന്റെ അതേ പാറ്റേണിലുള്ള അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ ലാബിൽ നിന്നും ചോദിക്കാൻ സാധ്യത. സോ ആ 2 വർഷത്തെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ 2024-25 അക്കാദമിക വർഷം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ലാബിന്റെയും എല്ലാ ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലാബ് ചെയ്തു വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സോ ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 14 ആയിട്ടാണ് 2024 എക്സാമിനേഷന് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദ ഇന്റർവൽസ് ഇൻ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ്. 3 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും, അത് മാത്രം ആൻസർ ചെയ്യുക. ഫംഗ്ഷൻ ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് ആ ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ ഏതൊക്കെ ഇന്റർവെല്ലാണ് ഇൻക്രീസിംഗ് ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ് എന്ന് മനസ്സിലാക്കുക, അത് ആൻസർ സ്ക്രിപ്റ്റ് രേഖപ്പെടുത്തുക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇൻപുട്ട് ബാറിൽ നമ്മുടെ ആദ്യത്തെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാം. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക x ക്യൂബ്, x ഷിഫ്റ്റ് ക്യാപ് 3, x ക്യൂബ് മൈനസ് 3x then +1. then എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഓൾജിബ്രൈക് വീൽ ആ ഫംഗ്ഷനും കാണുവാൻ സാധിച്ചു. അപ്പോൾ ഒബ്സർവ് ദ ഗ്രാഫ്, ഈ ഗ്രാഫ് നോക്കി ഏതൊക്കെ ഇന്റർവെല്ലാണ് ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ഏതൊക്കെ ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, എവിടെയൊക്കെയാണ് ടേൺ ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ വന്നിട്ട് ഇവിടെ ടേൺ ചെയ്യുന്നു. ആ ടേൺ ചെയ്യുന്ന പോയിന്റ് എന്താണ്? -1. x ഈക്വൽ ടു -1 ആകുമ്പോൾ ടേൺ ചെയ്ത് മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് വീണ്ടും x ഈക്വൽ ടു 1 ആകുമ്പോൾ വീണ്ടും ഒരു ടേണിംഗ് നടക്കുകയാണ്. അപ്പൊ ഹിയർ x ഈക്വൽ ടു -1 ആൻഡ് x ഈക്വൽ ടു 1 ആർ ദ ടേണിംഗ് പോയിന്റ്സ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിന്റെ നേച്ചർ മനസ്സിലാക്കുന്നതിന് വേണ്ടി എക്സിന്റെ വാല്യൂ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുമ്പോൾ എന്താണ്? എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ, അതാണ് ഉദ്ദേശിച്ചത്. എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷന്റെ നേച്ചർ എന്താണ്? ഫംഗ്ഷൻ എന്താണ്? ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. ഏതുവരെ? ഇവിടം വരെ. അതായത് x ഈക്വൽ ടു -1 വരെ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അതായത് ഓപ്പൺ ഇന്റർവൽ -∞ മുതൽ -1 വരെ ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. അടുത്തിവിടെ ടേൺ ചെയ്തിട്ട് പിന്നെ എന്താണ്? താഴോട്ട് വരുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഏതുവരെ? 1 എന്ന് പറയുന്ന പോയിന്റ് വരെ. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -1,1ൽ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ്. അടുത്ത 1 മുതൽ ഫംഗ്ഷൻ പിന്നെ എന്താണ്? ഇൻക്രീസിങ്. 1 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ്. അതായത് ഓപ്പൺ ഇന്റർവൽ 1,∞ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ്. മാത്സിന്റെ ഒരു ലോജിക്കും വേണ്ട, ജസ്റ്റ് ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ്? -1 കഴിഞ്ഞാൽ പിന്നെ ഒരു ടേണിംഗ് ആണ്, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു, ദെൻ 1 കഴിഞ്ഞാൽ ഇൻക്രീസിങ്. ഇത് ആൻസർ സ്ക്രിപ്റ്റിൽ നമ്മൾ രേഖപ്പെടുത്തുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 ലാബ് 27 ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ആണെങ്കിൽ 1 ഇടുക, രണ്ടാമത്തെ ആണെങ്കിൽ 2 ഇടുക. ഞാനിപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യുന്നത്. -∞ മുതൽ -1 വരെ ഇൻക്രീസിംഗ്, 1 അടുത്തെന്താണ്? -1 മുതൽ 1 വരെ ഡിക്രീസിംഗ്, ദെൻ 1 മുതൽ ഇൻഫിനിറ്റി വരെ എന്താണ്? ഇൻക്രീസിംഗ്. അപ്പൊ ഇൻക്രീസിംഗ് വരെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്, ഡിക്രീസിംഗ് മാറ്റി എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. x³ + 3x² - 1.
എക്സ് ക്യൂബ് പ്ലസ് 3x² മൈനസ് 1. നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്ലസ് കൊടുത്തു, എക്സ് ക്യൂബ് പ്ലസ് 3 ദെൻ എന്താണ് x² അല്ലേ, എക്സ് ഷിഫ്റ്റ് ക്യാപ് 2 x² ദെൻ എന്താണ് എക്സ് ക്യൂബ് പ്ലസ് 3x² മൈനസ് 1. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞു. എക്സ് ക്യൂബ് പ്ലസ് 3x² മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ് മേലോട്ട് പോകുന്ന ഇൻക്രീസിങ് എവിടെ വരെ -2 വരെ. അപ്പൊ -∞ മുതൽ -2 വരെ ഇൻക്രീസിങ്, -2 മുതൽ ഏതുവരെ ഇവിടെ വെച്ച് ടേൺ ചെയ്യുന്നു. അപ്പോഴുള്ള എക്സ് വാല്യൂ 0 ആണ്. അപ്പോൾ ഓപ്പൺ ഇന്റർവൽ -2,0 ഡിക്രീസിങ്. അടുത്ത 0 മുതൽ ഇൻഫിനിറ്റി വരെ എന്താണ് ഇൻക്രീസിങ്. -1 എന്ന് എഴുതി കളയുന്നത് എക്സ് വാല്യൂ ആണ് എഴുതേണ്ടത് കേട്ടോ. -2 ആണ് ഒരു ടേണിംഗ് പോയിന്റ്, മറ്റേ ടേണിംഗ് പോയിന്റ് 0, x = 0 ആകുമ്പോഴാണ് ടേണിംഗ് പോയിന്റ്. അപ്പൊ -∞, -2 ഇൻക്രീസിങ്, -2,0 ഡിക്രീസിങ്, 0 to ഇൻഫിനിറ്റിയിൽ എന്താണ് ഇൻക്രീസിങ്, 0 to ഇൻഫിനിറ്റിയിൽ എന്താണ് ഇൻക്രീസിങ് കണ്ടോ. -∞, -2 ഇൻക്രീസിങ്, 0 to ഇൻഫിനിറ്റിയിൽ ഇൻക്രീസിങ്, നടുക്ക് വരുന്ന -2,0 എന്താണ് ഡിക്രീസിങ്. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഡു ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ക്രിയേറ്റ് ആൻ അപ്ലെറ്റ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x given below. 3 ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് ആദ്യത്തത് കൺസിഡർ ചെയ്യാം. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്താണ് ഫംഗ്ഷൻ? x² - 6x + 1. എന്താണ് x² - 6x + 1. നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ചെയ്യാം. x² x ഷിഫ്റ്റ് ക്യാപ് 2 x² - 6x then +1 x² - 6x then എന്താണ് +1 ഈക്വൽ ടു ആയി പോയി +1. then എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കാണുവാൻ സാധിച്ചു. ഓക്കെ, ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ക്രിയേറ്റ് എ സ്ലൈഡർ a വിത്ത് ഇൻക്രിമെന്റ് 0.1. ക്രിയേറ്റ് എ സ്ലൈഡർ ടൂൾ അറിയാലോ. ക്രിയേറ്റ് എ സ്ലൈഡർ എന്താണ് സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു, a വിത്ത് ഇൻക്രിമെന്റ് 0.1. ഓക്കെ കൊടുക്കുമ്പോൾ സ്ലൈഡർ ആയി കഴിഞ്ഞു. സ്ലൈഡർ ടൂൾ ഇനാക്റ്റീവ് ആക്കാൻ മൂവ് കൊടുക്കുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും ആയി കഴിഞ്ഞു. അപ്ലെറ്റ് കൺസ്ട്രക്ഷന് വേണ്ടി അത് ചെയ്തു. അടുത്ത് പ്ലോട്ട് ദ പോയിന്റ് ക്യാപിറ്റൽ A = a, f of a. ആദ്യത്തെ പോയിന്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ A വരും. ജസ്റ്റ് ആ പോയിന്റ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. സ്മോൾ ലെറ്റർ a, f of a, സ്മോൾ ലെറ്റർ f ഇട്ട് ബ്രാക്കറ്റിനകത്ത് a. എൻ്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ A എന്ന് തന്നെയാണ് പോയിന്റ് നമുക്ക് കർവിൽ കാണുവാൻ സാധിച്ചു. ക്യാപിറ്റൽ A എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? a, f of a. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് a ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. ഡ്രോ ദ ടാൻജന്റ് ടു ദ കർവ് അറ്റ് a. a എന്ന പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു ടാൻജന്റ് വരയ്ക്കണം. അപ്പോൾ ടാൻജന്റ് എവിടെ വരും? നമുക്കറിയാം, നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻ ടൂളിൽ ടാൻജൻസ് കണ്ടോ, അത് സെലക്ട് ചെയ്യുക. ഏതാണ്? 4ാമത്തെ ടൂൾ ബാർ ടാൻജൻസ് കണ്ടോ, നമ്മുടെ ഈ ലൈൻ ടൂളിൽ തൊട്ടടുത്തുള്ളത് കേട്ടോ. എന്താണ് വേണ്ടത് അവിടെ? ടാൻജൻസ് വരയ്ക്കാൻ എന്നാണ്. സെലക്ട് പോയിന്റ് ഓർ ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഏത് കർവിനുള്ള? ഈ കർവിലുള്ള ടാൻജന്റ് കർവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടാൻജന്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ടാൻജന്റ് എങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലെ? ടാൻജന്റ് ടു ദ കർവ് അറ്റ് a എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക, കർവിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് കണ്ടെത്തണം. സ്ലോപ്പ് കണ്ടെത്താൻ നമ്മുടെ ഇങ്ങനെ വരുമ്പോൾ ആംഗിൾ ടൂളിലെ ആംഗിൾ, അതാണ് മെഷർമെന്റ് ടൂൾ എന്ന് പറയും കേട്ടോ. മെഷർമെന്റ് ടൂളിൽ ഇതാണ്ടോ സ്ലോപ്പ്, അത് സെലക്ട് ചെയ്യുക. സ്ലോപ്പ് കണ്ടല്ലോ, സ്ലോപ്പ് ആരുടെയാണ്? ഈ ടാൻജന്റ് ലൈൻ്റെ അല്ലേ. അപ്പൊ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് സ്ലോപ്പ്? m = എന്ത് കിട്ടി? -4 എന്ന് കിട്ടി. സ്ലോപ്പ് എന്താണ്? -4. ചെയ്തിട്ട് നമ്മളത് ക്ലോസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സ്ലോപ്പ് -4 എന്ന് കിട്ടി. ഡ്രോ ദ ടാൻജന്റ് ടു ദ കർവ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ് അല്ലെ. ഇത് ആൻസർ സ്ക്രിപ്റ്റ് നമ്മൾ നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. സ്ലോപ്പ് നമുക്ക് -4 എന്നാണ് കിട്ടിയത്. അത് അവിടെ എഴുതുവാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെ. ഓക്കെ, അതിന്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്രിയേറ്റ് എ സ്ലൈഡർ, പ്ലോട്ട്. അടുത്ത ഡ്രോ ദ ടാൻജന്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ്. ഇനി ഫൈൻഡ് ദ ഇന്റർവെൽസ്
in which the slope of the tangent is positive or negative. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഏതൊക്കെ ഇന്റർവെല്ലാണ് പോസിറ്റീവ് ആകുന്നത്, ഏതൊക്കെ ഇന്റർവെല്ലാണ് നെഗറ്റീവ് ആകുന്നത് നമ്മൾ കണ്ടെത്തണം. അപ്പം ഞാനിത് സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ഫുള്ള് കാണുന്നതിന് വേണ്ടി കേട്ടോ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഈ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിനെ മൂവ് ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ സ്ലൈഡ് ഞാൻ അതാണ് ഏറ്റവും മിനിമം വാല്യൂയിൽ കൊണ്ടുവയ്ക്കുന്നു, നമ്മുടെ -5 കൊണ്ടുവച്ചു. ഇപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ്. ഈ സ്ലൈഡർ ഞാൻ മൂവ് ചെയ്യിപ്പിക്കുന്നു, അതേസമയം നിങ്ങൾ ഈ സ്ലോപ്പ് കൂടെ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ എന്താണ്, ഞാൻ സ്ലൈഡർ മൂവ് ചെയ്യിപ്പിച്ച സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ് അല്ലേ. നമ്മൾ ആ സ്ലോപ്പ് മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. സ്ലോപ്പ് എന്താണ്, നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. സ്ലോപ്പ് ഇപ്പോഴും എന്താണ്, നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവ് തന്നെ, -6.2 -6 അല്ലെ സ്ലോപ്പ് അല്ലെ. സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞു സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. സ്ലോപ്പ് നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോഴും -1. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണ്. ഇവിടെ വന്നപ്പോൾ സ്ലോപ്പ് എന്താണ്, 0. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 എന്നാണ് അല്ലെ. അത് ഏത് പോയിന്റിലാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടെയുള്ള എക്സ് വാല്യൂ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് കൊടുക്കുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് വ്യൂ കൊടുക്കുന്നു. അത് -1 ആണെന്ന് നമുക്ക് ബോധ്യം വരും, എങ്കിലും കൃത്യമായി മനസ്സിലാക്കാൻ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കിയാൽ അല്ലെ. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. നമ്മുടെ ഈ പോയിന്റ് എന്താണ്, അതായത് 2നും 4നും ഇടയ്ക്ക്, 2നും 4നും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുന്ന പോയിന്റിലാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ത് വരുന്നത്, 0. അതായത് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് നോക്കിയാൽ മതി, എന്താണ് 3,-8. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 3 എന്ന് പറയുന്ന പോയിന്റിലാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്തായത്, 0 ആയത്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയത്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഏത് മുതൽ ഏത് വരെയാണ്, നെഗറ്റീവ്. ഇപ്പൊ സ്ലോപ്പ് ഓഫ് ദ നെഗറ്റീവ് ആയിരുന്നല്ലോ. -∞ മുതൽ ഏത് വരെ, 3 വരെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് നെഗറ്റീവ്. അടുത്ത 3 മുതൽ ∞ വരെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താണ്, പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ അങ്ങ് മേളിലോട്ട് പോവുകയല്ലേ, നമ്മൾ 5 വരെ കൊടുത്തോണ്ട് അവിടെ നിന്നത്. സ്ലൈഡർ വാല്യൂ എഡിറ്റ് ചെയ്ത് നമുക്ക് അപ്പർ വാല്യൂസ് കൊടുക്കാം. അതായത് -∞ മുതൽ 3 വരെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് നെഗറ്റീവ്. 3 to ∞ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഈസ് എന്താണ്, പോസിറ്റീവ്. അപ്പൊ രണ്ടാമത്തെ കോൺസ്റ്റന്റ് എഴുതുമ്പോൾ സ്ലോപ്പ് ഈസ് പോസിറ്റീവ് എപ്പോൾ, 3 മുതൽ ∞ വരെ. സ്ലോപ്പ് ഈസ് നെഗറ്റീവ് ഇൻ -∞, 3. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ്. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്. ഈ ലാബ് ചെയ്യാൻ ആവശ്യമായ തിയറിയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡിക്രീസിങ്. അതായത് സ്ലോപ്പ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. അതായത് ഈ ഇന്റർവെലിൽ 3,∞ ഫംഗ്ഷൻ ഇൻക്രീസിങ്, -∞, 3 ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ്. -∞, 3 ഫംഗ്ഷൻ ഡിക്രീസിങ്. അത് നമുക്ക് മനസ്സിലാക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഈ സാധനം ഡിക്രീസ് ചെയ്ത് വരുന്നു. അപ്പൊ -∞ മുതൽ 3 വരെ ഡിക്രീസിങ്, 3 മുതൽ ∞ വരെ എന്താണ്, ഇൻക്രീസിങ്. ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് മാത്രം എഴുതാനാണ് ഈ എ പാർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് എഴുതിയാൽ 2 മാർക്കായി. അത് എഴുതുമ്പോൾ ചിലപ്പോൾ ചോദിക്കും സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റും ഡെറിവേറ്റീവും തമ്മിലുള്ള ബന്ധം എന്ത്, വൈവ ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് y = f(x) എന്ന് പറയുന്നത് dy/dx ആണ് അല്ലെ. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഓഫ് ദ കർവ് y = f(x) എന്ന് പറഞ്ഞാൽ dy/dx എന്ന് പറയുക. ഇനി അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ, എഡിറ്റ് ദ ഫംഗ്ഷൻ f(x) to x³ + 3x² + 4x + 2. നമ്മൾ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. എന്താണ്, അപ്പൊ അതിനുവേണ്ടി ഇവിടെ എഡിറ്റ് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്തായിരുന്നു ഫംഗ്ഷൻ, x³ + 3x², x³ + 3x², x³ + 3x² + 4x + 2 + 4x then +2. എൻ്റർ കൊടുക്കുമ്പോൾ ന്യൂ ഫംഗ്ഷൻ, പ്ലീസ് ചെക്ക് യുവർ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ കൊടുത്തത് എന്തോ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളതാണ് അല്ലേ. കുഴപ്പമില്ല, ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യാം. എന്താണ് നമ്മുടെ ഫംഗ്ഷൻ, x³ + 3x², x ഷിഫ്റ്റ് ക്യാപ്പ് 3x³ then +3x², 3x ഷിഫ്റ്റ് ക്യാപ്പ് 2, x³ + 3x² then +4x then +2 then എൻ്റർ കൊടുക്കുമ്പോൾ പുതിയ ഫംഗ്ഷൻ നമുക്ക് വരയ്ക്കാൻ, പുതിയ ഫംഗ്ഷന്റെ ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിച്ചു അല്ലെ.
പുതിയ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. നമ്മുടെ സ്ലൈഡർ നെഗറ്റീവിൽ കൊണ്ടുവച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് ദിസ് വൺ അല്ലേ? ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ്? വാട്ട് ഡസ് ഇറ്റ് ഇൻഫർ? ഇതിന് 2 മാർക്കാണ്. പല കുട്ടികളും ഇത് ശ്രദ്ധിക്കാതെ പോകും. ബി പാർട്ട് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ബി പാർട്ട് എയും ബിയും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2ഉം അറ്റൻഡ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിന്റെ പ്രത്യേകത എന്ത്? ഞാൻ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ഇതാ നോക്കിയോ. നൗ -5 ആയപ്പോൾ സ്ലോപ്പ് എന്താണ്? 49 പോസിറ്റീവ് ആണ്. അവിടെ തന്നെ വാച്ച് ചെയ്യൂ. നോക്ക് സ്ലോപ്പ് എന്താണ്? 26 പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ്. സ്ലോപ്പ് 413 ആയി അല്ലേ? സ്ലോപ്പ് 4 അല്ലേ? സ്ലോപ്പ് എന്താണ്? 1.27. സ്ലോപ്പ് പോസിറ്റീവ്. അതായത് നമ്മളെ സ്ലൈഡറിൽ ഏത് വാല്യൂ കൊടുത്താലും സ്ലോപ്പ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ്. സ്ലോപ്പ് എന്താണ്? ഓൾവേസ് പോസിറ്റീവ്. താഴോട്ട് വരുമ്പോൾ കണ്ടോ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ്. സ്ലോപ്പ് പോസിറ്റീവ്. അതായത് സ്ലോപ്പ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതിന്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്ലോപ്പ് ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൾവേസ് പോസിറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. ദ ഫംഗ്ഷൻ ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. ആ ഫംഗ്ഷൻ എന്താണ്? ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടിക്ക് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇതേപോലെ എന്താണ്? ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ സ്ലോപ്പ് ഏതൊക്കെ ഇന്റർവെല്ലാണ് പോസിറ്റീവ്, ഏതൊക്കെ ഇന്റർവെല്ലാണ് നെഗറ്റീവ് എന്ന് എഴുതുക. ഈ പാർട്ടിന് മാറ്റമൊന്നുമില്ല അല്ലെ? അത് കോമൺ ആയിട്ടുള്ള പാർട്ടാണ്. സോ അത് ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്തു നോക്കാം. സൊല്യൂഷനിൽ അതിന്റെ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x given below. അല്ലെ? ഈ ഫംഗ്ഷൻ ഡ്രോ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൽ തന്നെ ചെയ്യാം കേട്ടോ. ഫയൽ എടുത്ത് നമുക്ക് ചെയ്യാം. അല്ല എങ്കിൽ ഒരു പുതിയ വിൻഡോ എടുത്ത് നമുക്ക് ചെയ്യാം. അറിയാലോ, പുതിയ വിൻഡോ അത് ക്ലോസ് ആയിപ്പോയി അല്ലേ? ഒന്നേന്നെടുക്കേണ്ട, അവിടെ ഫയൽ എടുത്ത് ചെയ്താൽ മതിയായിരുന്നു. പോട്ടെ, ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ, സ്വാഭാവികം. സോ വിൻഡോ ഓപ്പൺ ചെയ്തു അല്ലേ? Ctrl+M കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് വ്യൂയിലായി. നമുക്ക് ഈ ഫയൽ എടുത്ത് ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യാമായിരുന്നു കേട്ടോ. ശരി, പോട്ടെ. അടുത്ത് എന്താണ് നമുക്ക് വേണ്ടത്? പുതിയ ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യണം. എന്താണ് പുതിയ ഫംഗ്ഷൻ? 2x³ - 6x² - 13x. അത് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2x³ ഷിഫ്റ്റ് ക്യാപ്പ് 3 2x³ - 6x² 6x ഷിഫ്റ്റ് ക്യാപ്പ് 2 -13x. ഓക്കെ, എൻ്റർ കൊടുക്കുമ്പോൾ ആ ഗ്രാഫ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഓക്കെ, സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ടേണിംഗ് ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കാം. ഇവിടെ മേളിൽ ഒരു ടേണിംഗ് ഉണ്ട്. ഇനിയും ടേണിംഗ് വരണമല്ലോ, ഒന്നല്ലേ പറ്റൂ. ഓക്കെ, അപ്പോൾ എന്താണ്? ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ടേണിംഗ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് കൃത്യമായി നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ കണ്ടെത്താൻ സാധിച്ചുവെങ്കിൽ നേരത്തെ പോലെ നമുക്ക് ഗസ് ചെയ്ത് എഴുതാമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ അതുകൊണ്ട് വേറൊരു മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചു. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x). ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കുക. എന്താണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ? ഗ്രീൻ കളറിൽ കാണുന്നു. അതിന്റെ ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ഇൻപുട്ട് ബാറിൽ ഡെറിവേറ്റീവ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ കുറച്ച് ഓപ്ഷൻ വരും. അതിലാദ്യത്തത് ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ പേര് എഫ് അല്ലേ? എഫ് എന്ന് അടിച്ചു കൊടുക്കുക. എന്റർ കൊടുക്കുമ്പോൾ റെഡ് കളറിൽ കാണുന്നതാണ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വാല്യൂസ് ആണ് ടേണിംഗ് പോയിന്റ്സ്. അപ്പോൾ നമുക്ക് ഞാൻ തൽക്കാലം ആ എഫ് ഒന്ന് ഹൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് വീണ്ടും അത് ഭംഗിയായിട്ട് കാണുന്നതിന് വേണ്ടി ഞാനൊന്ന് സ്റ്റാൻഡേർഡ് വ്യൂയിലാക്കി. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0യിൽ കട്ട് ചെയ്യുന്ന എവിടേക്കാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? ഈ പോയിന്റിലും ഈ പോയിന്റിലും. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെ? ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഗ്രാഫ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 0യിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റും ഈ പോയിന്റും. രണ്ടും കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ പോയിന്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ പോയിന്റ് ടൂളിൽ ഇന്റർസെക്ട് എന്ന ഓപ്ഷൻ എടുക്കുക. ആരൊക്കെ തമ്മിലാണ് ഇന്റർസെക്ട് ചെയ്യേണ്ടത്? ഈ കർവും അതിൽ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിസിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടിയില്ലേ? അപ്പൊ എയും ബിയും. ഈ എ എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അതാണ് ഒരു ടേണിംഗ് പോയിന്റ് -0.78. ബി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ദാറ്റ് ഈസ് എന്താണ്? 2.78. ഇതാണ് രണ്ടാമത്തെ ടേണിംഗ് പോയിന്റ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നോക്കിക്കോ. ടേണിംഗ് പോയിന്റ് കിട്ടി. ഡ്രോ ദ ഗ്രാഫ് ഓഫ് f'(x) and hence find the intervals in which f of x is increasing or decreasing. ഈ സംഗതി ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം.
ഇതാ നോക്കിക്കോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണ്? ഡിക്രീസ് ചെയ്ത് വരികയാണ് അല്ലെ, നെഗറ്റീവിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ വാല്യൂ എന്താണ്? അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടേണിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് കൺഫ്യൂഷൻ വരുന്നുള്ളത് നമ്മൾ ഗ്രാഫ് ലൈവ് ആക്കുക. ഇതാണല്ലോ ടേണിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ടേൺ ചെയ്യുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്ത് പോകുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ടേൺ ചെയ്തു. അതായത് ഓപ്പൺ ഇന്റർവൽ -∞, ഈ പോയിന്റ് ഇവിടെ തന്നെ കാണിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പരിപാടിയുണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. ഇതേ സംഗതി ഇവിടെയും ചെയ്യുക. സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്താണ് ഇത് സെലക്ട് ചെയ്തു, എന്നിട്ട് നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അവിടെ വന്നു കഴിഞ്ഞു. അടുത്ത് വീണ്ടും ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, എന്നിട്ട് അവിടെ എന്ത് കൊടുക്കുക? നെയിം ആൻഡ് വാല്യൂ കൊടുക്കുക. അവിടെയും വന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി പറഞ്ഞോ. ബി എന്ന് പറയുന്ന പോയിന്റ് അപ്രത്യക്ഷമായി അല്ലേ? അവിടെ 2.78 ആണെന്ന് അറിയാലോ. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഈ ചെയ്ത സംഗതി തന്നെ വീണ്ടും ചെയ്യണം. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ്, നെയിം ആൻഡ് വാല്യൂ. ചില സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫ് എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ഇൻക്രീസ് ചെയ്ത് പോയിട്ട് ഇവിടെ ടേൺ ചെയ്യുന്നു. എവിടെയാണ്? -0.78. എക്സ് വാല്യൂ -0.78 ആകുമ്പോൾ ഇവിടെ വെച്ച് ടേൺ ചെയ്യുന്നു. അപ്പൊ -∞ മുതൽ -0.78 വരെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ്. അടുത്ത -0.78 മുതൽ ഇത് 2.78 വരെ ദ ഫംഗ്ഷൻ ഈസ് എന്താണ്? ഡിക്രീസിങ്. ഇതെന്താണ്? താഴോട്ട് പോകുന്നു. പിന്നെ 2.78 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ ഗ്രാഫ് സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടത്. ഇവിടെ വന്നിട്ട് വീണ്ടും എന്താണ്? ഇൻക്രീസിങ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. -∞ മുതൽ -0.78 വരെ എന്തായിരുന്നു? ഇൻക്രീസിങ്. 2.78 ലാസ്റ്റ്, അത് മുതൽ ഇൻഫിനിറ്റി വരെയും ഇൻക്രീസിങ്. ഇടയിൽ വരുന്ന ഒരു പോയിന്റിലാണ് താഴോട്ട് വരുന്നത്. -0.78 മുതൽ 2.78 വരെ എന്താണ്? ഡിക്രീസിങ്. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്തും നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാക്കാം. വൈവ ക്വസ്റ്റ്യനും അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ലാബിൽ നിന്ന് 2024 ചോദിച്ചത്. വളരെ ഈസി ആയിട്ടുള്ള, അതായത് നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും ഈ ലാബ് പഠിപ്പിക്കാനാണ് സാധ്യത. ഈ ലാബിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ലാബിലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.